താരാട്ടുപാട്ടിൻ ഈണങ്ങളാണു ഞാൻ ആദ്യമായി കേട്ടൊരു സ്വരസംഗീതം. രാരീരം മൂളിയൻ ഹൃദയാന്തരങ്ങളിൽ ഉമ്മ പകർന്നതാണാദ്യാക്ഷരം. ഉമ്മ പകർന്നതാണാദ്യാക്ഷരം. വലിയൊരു നഷ്ടം. പ്രിയപ്പെട്ട പട്ടുമാലിൻ്റെ പ്രിയപ്പെട്ട ഗായകനായിരുന്ന യാഷിക് മാമ്പാട് കഴിഞ്ഞ ദിവസങ്ങളിൽ 2-3 ദിവസം മുന്നേ കഴിഞ്ഞ ദിവസങ്ങളിൽ കൂട്ടുകാരോടൊപ്പം നീന്തൽ അല്ലേ പുഴയിലേക്ക് ഇറങ്ങിയതാണ്. പുഴയിലേക്ക് ഇറങ്ങി നീന്തുന്നതിനിടയിൽ 2 പേര് രക്ഷപ്പെട്ടു. തിരിച്ചു കയറാൻ പറ്റാതായി പോയി. യാഷിക്കിന് തിരിച്ചു കയറാൻ പറ്റാതെ ഒഴുക്കിൽ പെട്ടുപോയി. അങ്ങനെ നമ്മെ വിട്ടു പിരിഞ്ഞ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് നമ്മളുള്ളത്. എന്തായാലും പ്രിയമുള്ള പാട്ടുകൊണ്ട് എന്താ പറയുക, നമ്മളെ ഹൃദയം കീഴടക്കിയ യാഷിക് മാമ്പാടിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. യാഷിക്കിൻ്റെ ഒരുപാട് മികച്ച പ്രകടനങ്ങൾ നടന്ന ഒരു വേദിയാണത് പട്ടർമാൻ. ആ വേദിയിൽ തന്നെ ഞങ്ങൾ വീണ്ടും ഓർക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ യാഷിക്കിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കോഴിക്കോട് ഓഡിഷനിൽ വെച്ചായിരുന്നു. പിന്നെ അതുമുതൽ യാഷിക്ക് കോഴിക്കോടുകാരനാണ്. കോഴിക്കോട് മമ്പാട് മലപ്പുറം ജില്ലയിലാണ്. അപ്പോൾ അവിടെയായിരുന്നു ഓഡിഷൻ വന്നത്. അതുമുതൽ പരിചയപ്പെട്ടു. പിന്നെ കൈരളിയുടെ ഒരു ഭാഗമായി മാറി. ഇവിടെ സീസൺ ഏതാണ്ട് 7 നടക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് ഷോക്ക് ഞങ്ങൾ വെളിയിലും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. നല്ല പെർഫോം സിംഗറാണ്. പിന്നെ അതുപോലെ തന്നെ നാട്ടിലെ പ്രാദേശികമായിട്ട് നാട്ടിലുള്ള ക്ലബ്ബ് ക്ഷേത്ര പരിപാടിയൊക്കെ പെർഫോം സിംഗറായിട്ട് മാപ്പിളപ്പാട്ടാണ് ഇവിടെ പാടുന്നെങ്കിലും വേദികളിൽ സ്റ്റേജിലെ ഉഗ്രം പെർഫോമറാണ്. അപ്പോൾ ഒരുപാട് നല്ല നല്ല തെറിപ്പം പാട്ടുകൾ എന്ന് പറയുന്നില്ലേ, ഒക്കെ പാടി ജനങ്ങളെ കയ്യിലെടുക്കുന്ന പ്രത്യേക കഴിവുള്ള നല്ലൊരു പാട്ടുകാരനായിരുന്നു. എന്തായാലും പട്ടർമാലിൻ്റെ ഒരു സംഭാവന കൂടിയായ യാഷിക് മാമ്പാട് ഈ ഒരു അദ്ദേഹത്തിൻ്റെ വേർപാടിൽ വലിയ സങ്കടമുണ്ട്. അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ കുടുംബത്തോടും നമ്മുടെ വിഷമം നമ്മൾ അറിയിക്കുകയാണ്. യാഷിക്കിൻ്റെ ഇനി നമുക്ക് ചെയ്യാനുള്ള നമ്മുടെ പ്രാർത്ഥനകൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളായി ഓർക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. എപ്പോഴും മനസ്സിൽ തങ്ങിയിരിക്കുന്ന ഒരുപാട് നിമിഷങ്ങൾ നമുക്ക് സമ്മാനിച്ചതാണ്. സ്റ്റേജിലൂടെ ആയാലും റിയാലിറ്റി ഷോയിലൂടെ ആയാലും. ഇവിടെ അദ്ദേഹത്തിൻ്റെ കുടുംബമടക്കം ഈ സ്റ്റേജിൽ വന്ന് പെർഫോം ചെയ്തിട്ടായിരുന്നു. പാടുകയൊന്നുമില്ല. പാട്ട് ഇഷ്ടായോ? നല്ല ഇഷ്ടമായി. ഒത്തിരി ഇഷ്ടായി. നല്ല ഇഷ്ടമായി. നല്ല ഇഷ്ടായി. നല്ല ഇഷ്ടം. നല്ല ഓനപ്പോണത്തെ കുട്ടിനെ നീ ഞങ്ങൾക്ക് കിട്ടാലോ. ഫാദർ നല്ലൊരു നാടക നടനായിരുന്നു. ഇവിടെ കലാകുടുംബമായിരുന്നു. ഇവിടെ ഒരു സോങ് ക്രിയേറ്റ് ചെയ്തപ്പോൾ അതിന്റെ പശ്ചാത്തലം കംപ്ലീറ്റ് ഡയറക്ഷൻ അദ്ദേഹം വന്നിട്ട് ഇവിടുന്ന് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. സുന്ദരിയുടെ ഉപ്പ ശരിക്കും യാഷിക്കിന്റെ ഉപ്പയാണ്. അപ്പോ യൂത്ത് ഫെസ്റ്റിൽ നിന്ന് ഞങ്ങൾക്ക് ഉപ്പ പഠിപ്പിച്ചു തന്നിരുന്നു ഇതേപോലെ നാടകം. അപ്പൊ ഉപ്പ ഇങ്ങനെ തീം പറഞ്ഞപ്പോ നമുക്ക് ചെയ്തു നോക്കാന്ന് പറഞ്ഞാണ്ട് വെറുതെ ഇത് മുഴുവൻ ഉപ്പ ചെയ്താണ്. ഉപ്പ ചെയ്ത. അപ്പോൾ വാപ്പ നാടക നടനായിരുന്നു എന്നൊക്കെ പിന്നീടാണ് ഞങ്ങളോട് പറയുന്നത്. അപ്പോൾ ഒരു കലാകുടുംബത്തിലെ ഒരു വലിയൊരു നഷ്ടം. കലാകുടുംബത്തിനും അതെ കൈരളിയുടെ ഈ ഒരു കുടുംബത്തിലൊക്കെ തന്നെ ഒരു നഷ്ടം തന്നെയാണ് യാഷിക്ക്. എന്തായാലും നമുക്ക് കുടുംബത്തിനെ സമാധാനിപ്പിക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതാണ് ഇനി ഞങ്ങൾക്ക് ചെയ്യാനുള്ളത്. എല്ലാം സഹിക്കാനുള്ള സഹനം കുടുംബത്തിനുണ്ടാകട്ടെ. മന്ദിരം വാതിൽക്കലണയും ദുൽഹജ്ജ് മാസമിൽ വന്നാലും തൗബയിൽ മുങ്ങിയ കൽബുകളകിലും സംസമിൽ തഴുകി തുടച്ചാലും സംസമിൽ തഴുകി തുടച്ചാലും കഅബ മന്ദിരം വാതിൽക്കലണയും